ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ ഫുഡ് കളർ, 1 ഗ്ലാസ് വെള്ളം. നമുക്ക് ഈ കടലമാവ് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ കടലമാവ് നല്ല ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കണം. ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഫുഡ് കളറിൽ നിന്ന് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നമുക്ക് പിന്നെ ആവശ്യം വരും, അപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറിലുള്ള ഫുഡ് കളറാണ്. ഓറഞ്ചോ അല്ലെങ്കിൽ യെല്ലോ കളറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫുഡ് കളർ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലഡു ആ കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസ് ആകാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് ബൂന്തി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ഓയിലിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 കൂടെ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. നെയ്യ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ലഡുവിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് 1 ഡ്രോപ്പ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് പാകമാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വന്നത്. ഇത് നമുക്കൊന്ന് എടുത്തു മാറ്റാം. ടെമ്പറേച്ചർ നമ്മൾ ഹൈയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്ട്രെയിനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും സ്ട്രെയിനറല്ല, സാധാരണ കയ്യിലാണ്, കുറച്ച് വലിയ സൈസുള്ള ഒരു കയ്യിൽ. അപ്പോൾ നമുക്ക് സ്ട്രെയിനർ വാങ്ങിക്കാൻ കിട്ടും. അതിൽ ആണെങ്കിൽ ഒരേ സമയത്ത് കുറച്ചധികം ബൂന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലാവുമ്പോൾ നമുക്ക് കുറച്ച് പോർഷൻസ് വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്ത് ഉണ്ടാക്കിയെടുക്കണം. സാധാരണ ഇത് എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഇതിൽ കൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഹോൾസിൽ കൂടെയും ബാറ്റർ താഴേക്ക് ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതൊന്ന് ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത്, അങ്ങനെ വന്നാലും ലഡു നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മീഡിയം ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. 2 സൈഡ് നോർമലായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ആ സ്ട്രെയിനറിന് അടിയിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന എണ്ണയൊക്കെ നമുക്ക് ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്ത് കിട്ടും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇനിയും ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ മുഴുവൻ ബൂന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ബൂന്തി ലഡു തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഷുഗർ മുഴുവനും മെൽറ്റായിട്ട് വരണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കി ഉണ്ടായിരുന്ന കളർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ഷുഗർ സിറപ്പിന് അങ്ങനെയാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് സമയം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൂന്തി ചേർത്ത് കൊടുക്കാം.
ഇനി ഈ ഷുഗർ സിറപ്പ് കിടന്നിട്ട് ഈ ബൂന്തി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഒരു 4-5 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിലൊന്നും നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ബൂന്തി നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം ഇവിടെ ഷുഗർ സിറപ്പ് കുറച്ച് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ബൂന്തി സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ബൂന്തി മുഴുവനായിട്ട് ഷുഗർ സിറപ്പ് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് കാഷ്യൂനട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മേലൺ സീഡ്സ് ചേർത്ത് കൊടുക്കാം, കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അതിന് ശേഷമാണ് നമ്മൾ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ലഡു മിക്സ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. കറക്റ്റ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡുവിൻ്റെ പാകത്തിന് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.